ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ മാർച്ചൊക്കെ രംഗത്ത് വരാനുള്ള സാഹചര്യം. ഈ ഇടുക്കി ജില്ല അഭിമുഖീകരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ഇടുക്കി ജില്ല മാത്രമല്ല, കേരളത്തിൻ്റെ മലയോര മേഖല മുഴുവൻ ഈ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം ബന്ധപ്പെട്ട സർക്കാരുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പ്രതിഷേധം സർക്കാരിനെ അറിയിക്കുവാനും ഈ നാട്ടിലെ ജനങ്ങളുടെ വേദന പൊതുജനത്തിന് മുന്നിൽ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഈ ശക്തമായ പ്രതിഷേധ മാർച്ച് AKCC നേതൃത്വത്തിൽ നടത്തുന്നത്. ഈ പ്രതിഷേധ മാർച്ച് സർക്കാർ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ പരിഗണിക്കും എന്നൊരു തോന്നുന്നുണ്ടോ? തീർച്ചയായും അവർ പരിഗണിക്കണം. കാരണം ഇവിടെ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ, അവൻ്റെ മൗലിക അവകാശം, അവൻ്റെ ജീവിക്കാനുള്ള അവകാശം വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലവും അതുപോലെ തന്നെ കാലാകാലങ്ങളുണ്ടായിട്ടുള്ള ചില കരിനിയമങ്ങളുടെ ഫലമായിട്ടും മനുഷ്യരിവിടെ വളരെയധികം കഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് സർക്കാരിൻ്റെ കണ്ണ് തുറക്കണം. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. നമ്മൾ നിരന്തരമായി ഇടുക്കി രൂപതയും അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയിലെ വിവിധ കർഷകരൊക്കെ ഈ ആവശ്യങ്ങൾ കാലങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവർ അറിഞ്ഞുകൊണ്ടും അത് കേട്ടില്ല എന്ന് നടിക്കുന്നു. അത് വളരെ നിർഭാഗ്യകരമായ കാലഘട്ടമാണ്. കർഷക പ്രതിഷേധം ഉയർത്തുകയും സർക്കാരിനെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെയും ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നാണ് ഞങ്ങൾ ഉറച്ച വിശ്വാസം. കാരണം ഇത് ജീവിതം വളരെ ദുസ്സഹമായിരിക്കുകയാണ്. സർക്കാർ ഇതിന് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഞങ്ങളിവിടെ അറിയിക്കുകയാണ്. ഇടുക്കി ജില്ല എന്ന് പറയുന്നത് ഒരു മലയോര ജില്ലയാണ്. അതോടൊപ്പം ഇപ്പോൾ ഈ വന്യമൃഗങ്ങളുടെ ശല്യം, അതോടൊപ്പം തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ ഈ വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നു. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല. പട്ടയ പ്രശ്നം, അതോടൊപ്പം തന്നെ നിർമ്മാണ നിയന്ത്രണം, അങ്ങനെ ഒട്ടേറെ പ്രയാസങ്ങളല്ലേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഇടുക്കിയിൽ ജനജീവിതം വളരെ ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉന്നയിക്കപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും വളരെ രൂക്ഷമാണ്. നിർമ്മാണ നിരോധനം 1960 ഭൂപതിവ് നിയമം അനുസരിച്ച് കൃഷിക്കും വീടുണ്ടാക്കാനും മാത്രമേ സ്ഥലം ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇന്ന് കാലം മാറി. 65 വർഷങ്ങൾ കഴിഞ്ഞു. 65 വർഷങ്ങൾ കഴിയുമ്പോൾ ഇവിടെ സ്കൂളുകൾ വേണം, സ്ഥാപനങ്ങൾ വേണം, വ്യാപാര സ്ഥാപനങ്ങൾ വേണം, മറ്റ് സംവിധാനങ്ങൾ വേണം. അതിനെല്ലാം ഈ നിയമത്തിൻ്റെ പേര് പറഞ്ഞ് ഉദ്യോഗസ്ഥർ വിലങ്ങുതടിയാകുകയാണ്. ഈ 2023 ഇത് പരിഷ്കരിക്കുവാനുള്ള ബില്ല് നിയമസഭ പാസ്സാക്കി. പക്ഷേ ഇതുവരെ അതിൻ്റെ ചട്ടം വന്നിട്ടില്ല, അത് നടപ്പായിട്ടില്ല. അത് നടപ്പാക്കണം. അതുപോലെ തന്നെയാണ് വന്യമൃഗശല്യം. ഈ വന്യമൃഗശല്യം ഇടുക്കിയിൽ മാത്രമുള്ള പ്രശ്നമല്ല, കേരളത്തിൻ്റെ മലയോര മേഖലകളിലെല്ലാം ഉള്ള പ്രശ്നമാണ്. കാട്ടുപന്നിയുടെ ആക്രമണം, കാട്ടാനയുടെ ആക്രമണം, കാട്ടുപോത്തിൻ്റെ ആക്രമണം, കുരങ്ങിൻ്റെ ആക്രമണം, മ്ലാവിൻ്റെ ആക്രമണം. ഇത് കാരണം ഒരു മനുഷ്യന് ഒരു കൃഷി ചെയ്യാൻ സാധിക്കുകയില്ല, മനുഷ്യർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുകയില്ല, വാഹനം ഓടിക്കാൻ പറ്റുകയില്ല, അപകടങ്ങൾ ഉണ്ടാകുന്നു, മരണം ഉണ്ടാകുന്നു. ഇതെല്ലാം പൊതുജനത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ടൗണുകളിൽ അതിജീവിക്കുന്ന ജനത്തെ പോലെ ജീവിക്കാനുള്ള അവകാശമുള്ള, മൗലിക അവകാശമുള്ളവരാണ് മലയോര മേഖലകളിൽ അധിവസിക്കുന്ന കർഷകരും കർഷക തൊഴിലാളികളും സാധാരണക്കാരും എല്ലാവരും. അതുകൊണ്ട് അതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ നിയമങ്ങൾ നിർമ്മിക്കുകയും നിയമങ്ങൾ നടപ്പാക്കുകയും ഇവിടുത്തെ മനുഷ്യൻ്റെ അവകാശത്തെ പരിഗണിക്കുകയും വേണം. തീർച്ചയായിട്ടും പിതാവ് ഇവിടെ സൂചിപ്പിച്ച രീതിയിലാണ് ഇടുക്കി